ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ദോശയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണ്. നമുക്കൊരു ദോശ ഉണ്ടാക്കണമെന്ന് ഒരു 10 മിനിറ്റ് മുന്നേ ആലോചിച്ചാൽ മതി, നമുക്ക് ദോശ റെഡിയാവും. അരി അരക്കി അങ്ങനെ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണ്. നല്ല ക്രിസ്പിയാണ് ദോശ കേട്ടോ. പക്ഷെ കാണാൻ മാത്രം ഇങ്ങനെ കൂറ നക്കിന്തി ആയിപ്പോയതാണ്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ദോശക്കല്ലിൻ്റെ കുഴപ്പമായിരുന്നു. ഞാൻ ഈ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കിയവർക്കെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അവരൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു, സൂപ്പറായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് മാത്രം ഇങ്ങനെ കൂറ കരണ്ടിയതായിരുന്നു. അതായത് കൂറ കരണ്ടി പറഞ്ഞാൽ അറിയാലോ, കൂറ നക്കി കടിച്ചു വലിച്ചതായിട്ടോ. പക്ഷെ എന്താ ചെയ്യുക, ദോശക്കല്ല് ശരിയല്ല. അപ്പോൾ ഞാൻ ആന്ധ്രയിൽ നിന്ന് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എന്തായാലും കേരളത്തിലെത്തിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് റവ വേണം, അരിപ്പൊടി വേണം കേട്ടോ. കുറേശ്ശെ മതി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ റവയും ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിനകത്ത് ആദ്യം നമ്മളൊരു ഗ്ലാസ്സിനകത്ത് 1/2 ഗ്ലാസ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ, നല്ല കട്ടി തൈരാണ്. അപ്പോൾ എന്തായാലും 1/2 ഗ്ലാസ് തൈരെടുത്തു. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് റവയാണ് കേട്ടോ. 1/2 ഗ്ലാസ് തൈരിന് 1 ഗ്ലാസ് റവ വേണം. പിന്നെ നമുക്ക് ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി വേണം കേട്ടോ. അതായത് പുട്ടിൻ്റെ പൊടിയോ ഏതിൻ്റെ പൊടിയാലും കുഴപ്പമില്ല, നമുക്ക് അരിപ്പൊടി വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, പച്ച അരിപ്പൊടിയാണ്. അപ്പോൾ എന്തായാലും 3/4 ഗ്ലാസ് അരിപ്പൊടി നമ്മൾ ചേർത്തു. അപ്പോൾ ഇത് കറക്റ്റ് അളവായിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ശരിക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം വേണം, കാരണം ലൂസായ മാവായിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാവിൻ്റെ അനുസരിച്ചിട്ട് വെള്ളമൊക്കെ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഉള്ളിയും ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് ഇതിനകത്ത് കലക്കി, ഇനി നമുക്ക് നല്ലപോലെ കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ അടച്ച് വയ്ക്കണം കേട്ടോ. 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മിനിമം ഒരു 10 മിനിറ്റ് ഇതിനെ എടുത്ത് വയ്ക്കണം. അപ്പോഴാണ് മാവ് ഒന്ന് പൊങ്ങിയിട്ടും പുളിച്ചിട്ടും, അതായത് നമ്മൾ തൈര് ഒഴിച്ചുകൊണ്ട് തന്നെ പുളിപ്പ് ഉണ്ടാവും. അതായത് നല്ല പുളിച്ച തൈരല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കണം, എന്നാൽ കൂടെ ഒരു അത്യാവശ്യം വേണ്ടൊരു പുളിപ്പ് ഉണ്ടാവും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് വെള്ളത്തിൻ്റെ പാകം കണ്ടോ. ഇപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന മാവ്. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് അടച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അടിപൊളി ദോശക്കല്ല് തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും. എനിക്കങ്ങനെ 8ൻ്റെ പണി കിട്ടി കേട്ടോ. സാധാരണ എൻ്റെ ദോശക്കല്ലിന് ഇത് കിട്ടുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ദോശക്കല്ലാണെങ്കിൽ കിട്ടും, നന്നില്ലാത്ത ദോശക്കല്ലാണെങ്കിൽ കിട്ടില്ല കേട്ടോ. ഞാൻ ശിവേട്ടനോട് എപ്പോഴും പറയും, ദോശക്കല്ല് മാറ്റാൻ സമയമായി പറഞ്ഞ ശിവേട്ടൻ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ദോശ അങ്ങോട്ട് ഉണ്ടാക്കി 1.5 പണി എനിക്ക് കിട്ടി കേട്ടോ. ഇതെങ്ങനെ വരണം ദോശ മാവ് ഒഴിക്കാൻ. പക്ഷേ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ദോശ വരും, നല്ല ക്രിസ്പി ആയിട്ട് വരും. പക്ഷേ ഈ ദോശക്കല്ലിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് എടുക്കാനേ കിട്ടിയില്ല. ഒട്ടിപ്പിടിക്കുക തന്നെ. ഞാനാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് എന്താ പറയുക, റവ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മെനക്കെട്ടതാണ്. പക്ഷെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ദോശമാവ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മളത് മറച്ചിടാതെ നോക്കിയപ്പോൾ അതൊക്കെ എലി കടിച്ച് വെളിച്ചെണ്ണ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആ ദോശ അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും അടുത്ത ദോശ പാർന്നു കേട്ടോ. ആദ്യം ഞാൻ ഗ്ലാസ് കൊണ്ടാണ് ഒഴിച്ചത്. അപ്പോൾ അത് എടുക്കാനേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെയും അതൊക്കെ എടുത്ത് കളഞ്ഞില്ല, ഞാൻ തിന്നു. പിന്നെ ഞാൻ ദോശക്കല്ല് ഒന്നും കൂടെ കഴുകി കുറച്ച് എണ്ണയൊക്കെ പുരട്ടി, ഉള്ളിയെ കൊണ്ടൊക്കെ അങ്ങനെ പുരട്ടി, എന്നിട്ട് പിന്നെയും ഞാൻ ദോശമാവ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരല്പം എണ്ണ ഒഴിച്ച് എങ്ങനെയൊക്കെയോ അതിനെ മറിച്ചിട്ടപ്പോൾ ഈ പരുവായിട്ടോ. ദോശ മാത്രം അടിപൊളിയായിരുന്നു. പക്ഷേ എടുക്കാൻ മാത്രം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ദോശക്കല്ലിൽ ഉണ്ടാക്കണം കേട്ടോ. എന്നെപ്പോലെ ദോശക്കല്ല് വാങ്ങാൻ പിശുക്കരുത്. അടിപൊളി ദോശക്കല്ല് തന്നെ ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചത് എൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന്. കാരണം എൻ്റെ വീട്ടിൽ നന്നായിട്ട് കിട്ടി കേട്ടോ. ആന്ധ്രയിൽ കിട്ടിയില്ല, കേരളത്തിൽ വന്നപ്പോൾ നന്നായിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ദോശക്കല്ലിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഞാൻ 3ാമത് പറഞ്ഞ ദോശയാണത് കേട്ടോ. അപ്പോൾ ഇത് സൂപ്പറായിട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.